السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ റിയാദു സാലിഹീൻ എന്ന ഗ്രന്ഥത്തിൽ നിന്നും ഇന്നത്തെ കാലഘട്ടത്തിൽ മുസ്ലിം ഉമ്മത്ത് പ്രത്യേകം ഗ്രഹിച്ചിരിക്കേണ്ടുന്ന ഒട്ടേറെ ഹദീസുകൾ, ഓരോ ഹദീസുകളും ഓരോ സംഭവങ്ങളും നമ്മുടെ മനസ്സിൽ ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള മതിപ്പ് വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ളതാണ്. പ്രത്യേകിച്ച് ഇസ്ലാമിനെ ഏറെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഹദീസുകളെ, അവയുടെ ആശയങ്ങളെ വളരെ കൃത്യമായി ഓരോ മുസ്ലിമും മനസ്സിലാക്കിയിരിക്കണം എന്ന് മാത്രമല്ല, അതിലടങ്ങിയിട്ടുള്ള തത്വങ്ങളെ വളരെ കൃത്യമായി തന്നെ തെറ്റിദ്ധരിച്ചിട്ടുള്ള സമൂഹത്തോട് സംസാരങ്ങളിലും നമ്മുടേതായ ഇടപെടലുകളിലുമെല്ലാം അക്കാര്യം അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ടതുമുണ്ട്. പ്രത്യേകിച്ച് ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് മനുഷ്യരെ കൊല്ലുന്ന മതമാണ്. മനുഷ്യത്വത്തിന് നിരക്കാത്ത നിയമങ്ങളാണതിലുള്ളത്. യാതൊരു നിലക്കുമുള്ള ദാക്ഷിണ്യവും കൂടാതെ അവർ പറയുന്ന ആശയങ്ങളെ അംഗീകരിക്കാത്തവരെ മുഴുവനും വെട്ടി നിരത്തുന്ന, അല്ലെങ്കിൽ അതിന് പ്രോത്സാഹിപ്പിക്കുന്ന, ആ നിലക്ക് രക്തരൂക്ഷിതമായ നിലക്കുള്ള അക്രമങ്ങൾക്കും ഭീകരവാദത്തിനും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മതമാണ് ഇസ്ലാമെന്നും, അതായിരുന്നു മഹാനായ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പഠിപ്പിച്ച ആശയവും അതുതന്നെയായിരുന്നുവെന്നും, ദിനേന എന്നോണം ഒരു നുണ 100 ആവർത്തിച്ചു കഴിഞ്ഞാൽ അത് തന്നെ നിരന്തരം കേൾക്കുന്ന ആളുകളുടെ മനസ്സുകളിൽ അതുതന്നെയാണ് ശരി എന്ന് തോന്നുന്ന വിധത്തിലുള്ള ഒരു തരം ഫോബിയ സൃഷ്ടിച്ചെടുക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇതേപോലെയുള്ള അധ്യായങ്ങളും ഹദീസുകളുമൊക്കെ നമ്മുടെ മനസ്സിൽ ഏറെ നമ്മൾ നെഞ്ചേറ്റി അതിൻ്റെ ആശയത്തെ സമൂഹത്തോട് പറയേണ്ടവ തന്നെയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ ഗ്രന്ഥത്തിൽ നിന്നുള്ള അധ്യായം അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ വിശദീകരിച്ചത് ബാബു നഹി അൻ തഅദീബിൽ അബ്ദി വദ്ദാബത്തി വൽ മർഅതി വൽ വലദി ബിഗൈരി സബബിൻ ശർഇയ്യിൻ ഔ സായിദിൻ അലാ ഖദരിൽ അദബി എന്ന ടോപ്പിക്കിന് താഴെ വന്നിട്ടുള്ള ആയത്തുകളും ഏതാനും ഹദീസുകളുമായിരുന്നു. എന്താണ് ആ ടോപ്പിക്കിൻ്റെ ഒരു ചെറിയ വിവരണം ഓർമ്മ പുതുക്കുവാൻ വേണ്ടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതായത് ഈ അധ്യായത്തിൽ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ച കാര്യമാണ് അൻ തഅദീബിൽ അബ്ദി, ഒരടിമയെ ഉപദ്രവിക്കുക എന്നുള്ളത്, അടിമയെ ശിക്ഷിക്കുക എന്നുള്ളത്. അടിമ എന്ന് പറയുന്നത് ഒരു അറബിയെ സംബന്ധിച്ചിടത്തോളം അടിമത്വം നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ കാശ് കൊടുത്ത്, പറഞ്ഞ വില കൊടുത്ത് മാർക്കറ്റിൽ നിന്ന്, അടിമച്ചന്തയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരുന്ന അടിമയാണ്. തനിക്കെന്ത് ചെയ്യാനും സ്വാതന്ത്ര്യമുണ്ട് എന്ന് വിചാരിക്കപ്പെടുന്ന ഒരു കാലം, മനുഷ്യത്വത്തിൻ്റെ തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത പെരുമാറ്റങ്ങൾ നിലനിന്നിരുന്നൊരു കാലം, അടിമച്ചന്തകളിൽ മനുഷ്യത്വത്തിന് വിലയിട്ടിരുന്നൊരു കാലം. അക്കാലത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അടിമയെ ഉപദ്രവിക്കാൻ പാടില്ല. ഇനി അടിമ അതൊരു മനുഷ്യനല്ലേ, അതിൻ്റെയും താഴെ വദ്ദാബ, ജന്തുക്കളോട് വരെ കാരുണ്യം കാണിക്കണം, മൃഗങ്ങളോട്. വൽ മർഅ, സ്ത്രീകളോട്. കാരണം അന്നതിനൊക്കെ വിലയുണ്ട്. സ്ത്രീ എന്ന് പറഞ്ഞാൽ അവൾ മനുഷ്യനാണോ? അവൾക്ക് സ്വത്തവകാശം കൊടുക്കണോ?
അവൾ മനുഷ്യനായിട്ട് അംഗീകരിക്കാൻ പറ്റുമോ എന്നൊക്കെ ആലോചിച്ചിരുന്നൊരു കാലഘട്ടത്തിലായി ഇതൊക്കെ പറയുന്നത്. പെൺകുട്ടിയാണ് ജനിച്ചു വീഴുന്നതെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ആളുകളുടെ മുമ്പിൽ തലയുയർത്തി നടക്കാനാവില്ലല്ലോ എന്ന അപമാന ഭാരം സഹിക്കവയ്യാതെ ജീവനോടെ ആ വളർന്നു വരുന്ന കുഞ്ഞിനെ മണ്ണിനടിയിലാക്കി ഒരു മനസ്സാക്ഷിക്കുത്തുമില്ലാതെ കൈ മണ്ണിനെ കൊട്ടി തെറിച്ചു പോരുന്ന ഒരു സമൂഹത്തിൻ്റെ മുമ്പിലാണ് മുസ്തഫ ഇതൊക്കെ പറയുന്നത് എന്നോർക്കുമ്പോൾ നമ്മൾ ആ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ഇരുട്ട് മനസ്സിലാക്കുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ മഹിമ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അല്ലെങ്കിൽ നമുക്ക് തോന്നും ഇതൊക്കെ ഇപ്പം എന്തത്ര പറയുള്ളു, ഏതാണിത് കാലം, ഇത് പറയുന്ന മുസ്തഫ ജീവിച്ച യുഗം ഏതാണ് എന്ന് നമ്മുടെ മനസ്സിലുണ്ടാകണം. അക്കാലഘട്ടത്തിൽ നിലനിന്നിരുന്നതൊക്കെ ഇക്കാലഘട്ടത്തിലുമുണ്ട്. ഒരൊറ്റ വ്യത്യാസമേയുള്ളൂ, അന്നതിന് പഴമയുടെ രീതിയായിരുന്നു. ഇന്ന് ആ തിന്മകൾക്കൊക്കെ പ്രത്യേകമായ നിലക്ക് ആധുനികവൽക്കരണം ഉണ്ടായിട്ടുണ്ട് എന്ന വ്യത്യാസമേയുള്ളൂ. അവയ്ക്കൊക്കെ അന്ന് നിലനിന്നിരുന്നതൊക്കെ ഇന്നുമുണ്ട്, ഇന്നുള്ളതിൻ്റെയൊക്കെ പഴയ പതിപ്പുകൾ അന്നുണ്ട്. അന്നത് പഴയ രീതിയിലാണ്, ഇന്നത് ഇലക്ട്രോണിക് യുഗത്തിൻ്റെയും അതുപോലെ തന്നെ ഇൻഫർമേഷൻ ടെക്നോളജി IT എന്ന് പറയുന്ന മേഖലയൊക്കെ വികസിച്ചപ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടായി എന്നേയുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ അക്കാലഘട്ടത്തിൽ പറഞ്ഞ നിയമങ്ങൾ ഇക്കാലഘട്ടത്തിലും പ്രസക്തമാണ് എന്ന് പറയാനുള്ള കാരണം എന്താണ്? അന്നുള്ളതൊക്കെ ഇന്നുണ്ട്, പക്ഷെ വ്യത്യാസങ്ങളുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ടാണ് ഇതിൻ്റെയൊക്കെ മഹത്വം നമ്മൾ അറിയേണ്ടത്. അതേപോലെ തന്നെ വലതി, കുട്ടികളെ ശിക്ഷിക്കുന്നത് പോലും ഇന്നിപ്പോൾ നോക്കൂ നിങ്ങൾ, രണ്ടാനമ്മ അതുപോലെ തന്നെ തൻ്റെ സ്വന്തം പിതാവ് ഒരു കുഞ്ഞിനെ ക്രൂരമായി പീഡിപ്പിച്ചതിൻ്റെയും മുറിപ്പെടുത്തിയതിൻ്റെയും എത്രയോ ഉദാഹരണങ്ങൾ ഇപ്പോൾ നമ്മളൊക്കെ മീഡിയകളിലൂടെ നിരന്തരം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളോട് വളരെ ഒരു ക്രൂരത കാണിക്കുന്ന ഒരവസ്ഥ, ചെറിയ മക്കളെപ്പോലും പീഡിപ്പിക്കുന്ന ഒരു കാലം. ഈ രൂപത്തിലൊക്കെ കുട്ടികളോട് പോലും ആ നിലക്കുള്ള ഒരു ഉപദ്രവ മനസ്ഥിതി, അവരെ ബുദ്ധിമുട്ടിക്കുന്ന, ദ്രോഹിക്കുന്ന, ശിക്ഷിക്കുന്ന, വായ്പ് തൊട്ട് തീണ്ടിയിട്ടില്ലാത്തൊരു കാലം അന്നുണ്ട്. ഇന്നതിൻ്റെ വേറൊരു രൂപമുണ്ട്. അന്ന് ജനിച്ചു വീഴാനുള്ള സ്വാതന്ത്ര്യം ഒരുപക്ഷെ കൊടുത്തിരുന്നു. ഇന്ന് അതൊക്കെ നേരെ മനസ്സിലാക്കാനുള്ള സംവിധാനങ്ങൾ ഇന്നുണ്ട്. സ്കാനിങ്ങിലൂടെയും മറ്റൊക്കെ ഇന്നിപ്പോൾ 4 മാസവും 3 മാസമൊക്കെ ആകുമ്പോഴേക്ക് തന്നെ മാതാപിതാക്കൾക്ക് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു ഏതാ കുട്ടിയെന്നൊക്കെ ഇവിടെയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇപ്പം നാട്ടിൽ അതൊക്കെ വിരോധിച്ചിരിക്കുന്നു എന്നാണ്. ഹോസ്പിറ്റലുകളിലൊക്കെ ഇപ്പോൾ പ്രസവ വാർഡിൻ്റെയും അതുപോലെ തന്നെ പല ഹോസ്പിറ്റലുകളിലും ഇപ്പോൾ ബോർഡ് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. എന്ത്, കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്ന് ഒരു ദമ്പതിയും ഡോക്ടറോട് ചോദിക്കാനും പാടില്ല, അത് പറയുന്നതും ശിക്ഷാർഹമാണ്. കാരണം മുമ്പ് ഇത് ധാരാളമായി അറിഞ്ഞപ്പോൾ 500 രൂപ മുടക്കിയിട്ട് 5 ലക്ഷം ലാഭിക്കുക എന്നുള്ള ബോർഡുകൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. 500 രൂപ ഒരു കാലഘട്ടത്തിൽ ഇതിൻ്റെ ടെസ്റ്റിനുള്ള ചാർജായിരുന്നു. കുട്ടി ആണാണോ പെണ്ണാണോ എന്നറിയാൻ. പെണ്ണാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയെ പിന്നെ അബോർട്ട് ചെയ്യാൻ വളരെ കുറഞ്ഞ 500 രൂപ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അത്യാവശ്യ പൈസ നിങ്ങൾ ചെലവാക്കിയാൽ 5 ലക്ഷം ഈ കുട്ടിക്ക് വേണ്ടി പൊന്നും പണവും സ്ത്രീധനമൊക്കെ ഒരുക്കുന്നതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാമല്ലോ എന്ന് പറഞ്ഞിരുന്നൊരു കാലഘട്ടം. അപ്പം അവിടെയാണ് നമ്മൾ അക്കാലത്തും ഇക്കാലത്തുമുള്ളതിനെ യോജിപ്പിച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അവിടെയൊക്കെ ശിക്ഷിക്കരുത് എന്ന് പറഞ്ഞു. ബിഗൈരി സബബിൻ ശർഈൻ ഔ സായിദിൻ അലാ ഖദരിൽ അദബി, ആരെയാണെങ്കിലും ഒരാൾ അർഹിക്കുന്ന ശിക്ഷയെ കൊടുക്കാവൂ. അർഹിക്കുന്ന ശിക്ഷയിലും അപ്പുറം ഒരാളോട്, അത് കുട്ടിയെ തല്ലുമ്പോൾ പോലും, കുട്ടിയെ ശിക്ഷിക്കുമ്പോൾ പോലും, തൻ്റെ ഇണയുമായിട്ടുള്ള പിണക്കത്തിൻ്റെ ഘട്ടത്തിൽ പോലും, താൻ വളർത്തുന്ന തീറ്റ കൊടുക്കുന്ന തൻ്റെ വളർത്തു മൃഗങ്ങളോട് പോലും, താൻ കാശ് കൊടുത്തിട്ട് ആ കാലഘട്ടത്തിൽ അടിമച്ചന്തകളിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന അടിമയാണെങ്കിൽ പോലും അവർക്കുമുണ്ട് അവരുടേതായ ഒരു മനുഷ്യത്വവും ഒരു മൂല്യവുമുണ്ട്. ആ മൂല്യത്തെ കാത്തു സൂക്ഷിക്കാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പഠിപ്പിച്ച മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ അധ്യായത്തിലാണ് നമ്മളുള്ളത്. അതിൽ നമ്മൾ ഏതാനും ഹദീസുകൾ വായിച്ചു കഴിഞ്ഞു. അതിൽ മൃഗങ്ങളോട് കാണിക്കുന്ന പല ക്രൂരതകൾ, പക്ഷികളെ, അതേപോലെ തന്നെ ജീവനുള്ളവയെ തൻ്റെ ഉന്നം നോക്കുവാനുള്ള നാട്ടക്കുറിക്കും ലക്ഷ്യത്തിനുള്ള പോയിൻ്റൊക്കെ ആക്കുന്നതിനെക്കുറിച്ചൊക്കെ അന്ന് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടാകും. ഉപോത്ബലകമായി തുടർന്നുകൊണ്ട് പറയുന്ന മറ്റൊരു ഹദീസാണ് നമുക്ക് വായിക്കാനുള്ളത്. വഅൻ നബി അലിയിൻ സുവൈദ് ബിൻ മുഖ്രിൻ റളിയല്ലാഹു അൻഹു ഖാല ലഖദ് റഅയ്തുനി സാബിഅ സബഅ മിൻ ബനി മുഖ്രിൻ മാ ലനാ ഖാദിമുൻ ഇല്ലാ വാഹിദ
ലതമഹ അസ്ഗറുന ഫഅമറന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ നുഅ്തിഖഹ. റവാഹു മുസ്ലിം റഹിമഹുല്ലാഹ്. വഫീ റിവായ സാബിഉ ഇഖ്വതൻ ലീ. എന്താണ് ഇവിടെ പറയുന്നത്? മഹാനായ സഹാബി അബൂ അലി സുവൈദ് റളിയല്ലാഹു തആല അൻഹു. ആരാണ് സുവൈദ് ബിൻ മുഖർരിൻ എന്ന് പറഞ്ഞാൽ? അദ്ദേഹം സഹാബിയാണ്, മദീനയിലേക്ക് ഹിജറ വന്നിട്ടുള്ള മുഹാജിറാണ്. അദ്ദേഹമടക്കം അദ്ദേഹത്തിൻ്റെ പിതാവിന് 7 മക്കളുണ്ടായിരുന്നു. എല്ലാവരും ഇദ്ദേഹത്തിൻ്റെ ചരിത്രത്തിലുള്ള ഒരു പ്രത്യേകത, വകുല്ലുഹും സഹാബ. ഈ സഹാബിയുടെ ഇദ്ദേഹത്തിൻ്റെ 7 ബ്രദർ അടങ്ങുന്ന ഒരു കുടുംബമാണ്, 7 സഹോദരങ്ങളാണ്. സുവൈദ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള 7 സഹോദരങ്ങൾ അടങ്ങുന്ന ഒരു കുടുംബം, ഹിജറ വന്ന കുടുംബം. അവരുടെ പ്രത്യേകത എല്ലാവരും സഹാബിമാരാണ്. വകുല്ലുഹും മുഹാജിറൂന, എല്ലാവരും ഹിജറ വന്നവരുമാണ്. അങ്ങനെ ചരിത്രത്തിൽ അറിയപ്പെടുന്ന ആളുകൾ വളരെ വിരളമാണ് എന്നാണ്. മാത്രമല്ല സഹാബികളുടെ കൂട്ടത്തിൽ 7 മുഹാജിരീങ്ങൾ ഒരൊറ്റ പിതാവിൻ്റെ മക്കളെന്ന നിലക്ക് വന്നിട്ടുള്ളത് ഈ ഒരൊറ്റ സഹാബിയല്ലാതെ ചരിത്രത്തിൽ അറിയപ്പെട്ടിട്ടില്ല എന്നാണ്. അതാണ് മഹാനായ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സുവൈദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം. അദ്ദേഹം പറയാണ്, ആ സഹാബി പറയാണ്, ഞാനൊരിക്കൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുക്കൽ അവിടുത്തെ കാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവം എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. എന്താണ് സംഭവം? ഞങ്ങളുടെ വീട്ടിൽ ഒരൊറ്റ ഖാദിമേ ഉണ്ടായിരുന്നുള്ളൂ. അഥവാ സെർവൻ്റായിട്ട് ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു പെണ്ണ്, വീട്ടിൽ വേലക്കും ജോലിക്കുമൊക്കെ ആയിട്ടുണ്ടായിരുന്ന, ഖാദിമയായിട്ടുണ്ടായിരുന്ന ഒരൊറ്റ ആളാണ് ഉണ്ടായിരുന്നത്. ഞങ്ങളുടെ കൂട്ടത്തിലെ, ഞാൻ പറഞ്ഞല്ലോ 7 ബ്രദേഴ്സ് ഉണ്ടവരെന്ന്, ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ഇളയ ആള് അത്ര വിവേകവും കാര്യമൊന്നുമില്ല. ഈ സഹോദരിയെ, അതല്ലെങ്കിൽ ഈ ഖാദിമയായ ഈ പെണ്ണിനെ എന്തു ചെയ്തു? കരണത്തടിച്ചു. അതാണ് സംഭവം ഈ ഹദീസിൽ പറയുന്നത്. അങ്ങനെ കരണത്തടിച്ചു. അസ്ഗറുന, ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ഇളയവൻ, ചെറിയവൻ, ഈ ഏക ഖാദിമയായ സ്ത്രീയെ ലതമ എന്ന് പറഞ്ഞാൽ കരണത്തടിക്കുന്നതിനാണ് പറയാം. കൈകൊണ്ട് മുഖത്തൊരൊറ്റ അടി കൊടുക്കുന്നതിനാണ് ലതമ എന്ന് പറയാം. അങ്ങനെ അടിച്ചു. ആരെയാ അടിക്കുന്നത്? വീട്ടിൽ വേലക്ക് നിൽക്കുന്ന ഒരടിമയായ ഒരു അടിമപ്പെണ്ണ്. ഫഅമറന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിവരമറിഞ്ഞപ്പോൾ ഞങ്ങളോട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു, അൻ നുഅ്തിഖഹ, നിങ്ങൾ അവളെ ഇത്ത്ക്ക് ചെല്ലണം. ഇത്ത്ക്ക് ചൊല്ലുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരടിമയെ അടിമത്വത്തിൽ നിന്നും മോചിപ്പിക്കുന്നതിനാണ് ഇത്ത്ക്ക് ചൊല്ലുക എന്ന് പറയാം. ഇസ്ലാമിൽ ഒരുപാട് മഹത്വം പറഞ്ഞിട്ടുള്ള കാര്യമാണ് അടിമകളെ വില കൊടുത്തിട്ട് മോചിപ്പിക്കുക. പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, എന്ത്? ഫലഖ്തഹമൽ അഖബ വമാ അദറാക മൽ അഖബ ഫക്കു റഖബ ഔ ഇത്ആമുൻ ഫീ യൗമിൻ ദീ മസ്ഗബ. തുടർന്നുകൊണ്ട് വേറെ പുണ്യകർമ്മങ്ങൾ പറയുന്നുണ്ട്. അവിടെ എന്താ പറയുന്നത്? മനുഷ്യൻ പ്രയാസകരമായ മലമ്പാതകൾ താണ്ടിക്കടക്കാൻ വിസമ്മതിക്കുന്നു. അങ്ങനെ ചെയ്തില്ല പലർക്കും അങ്ങനെ ചെയ്യുന്നതിന് വളരെ മടിയാണ്, പ്രയാസമുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല. അതാ ഫലഖ്തഹമൽ അഖബ. എന്നിട്ട് പറയണം, എന്താണ് ഈ പ്രയാസകരമായ കാര്യങ്ങൾ? മലമ്പാതകൾ, ചുരമാർഗങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ഇത്ര പ്രയാസമുള്ള കാര്യങ്ങൾ? എന്താണ്? അതിൽ ഒന്നാമതായിട്ട് എണ്ണിയതെന്താണ്? ഫക്കു റഖബ, പേരടി അഴിച്ചു വിടുക എന്നാണ്. എന്ന് പറഞ്ഞാൽ അടിമയെ മോചിപ്പിക്കുക. ഇന്നിപ്പോൾ നമുക്കത് മനസ്സിലാവില്ല. അന്നത്തെ കാലഘട്ടത്തിൽ ആ അടിമയെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചന്തയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് പൊതിരേ പണിയെടുപ്പിച്ച് എല്ലാ അർത്ഥത്തിലുമുള്ള പീഡനങ്ങൾ ചെയ്തിരുന്നൊരു കാലത്താണ്. അടിമകളെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വലിയ പ്രതിഫലമാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. വിശുദ്ധ ഖുർആനിലെ ഒരുപാട് മനുഷ്യരിൽ നിന്ന് സംഭവിച്ചു പോകുന്ന അപാകതകൾക്ക് ഇസ്ലാം പരിഹാരമായി നിശ്ചയിച്ചതുപോലും പലപ്പോഴും എന്താണ്? അടിമകളെ മോചിപ്പിക്കുക. ഒരടിമ മോചനം.
പല സൽക്കർമ്മങ്ങൾക്കും കൂലി പറഞ്ഞത് തന്നെ ഇത്ര അടിമകളെ മോചിപ്പിച്ചവന് കിട്ടുന്ന പ്രതിഫലത്തിന് സമാനമായ പ്രതിഫലമാണ്. ഇങ്ങനെ വിശുദ്ധ ഖുർആനിലൂടെ ഹദീസുകളിലൂടെ അടിമമോചനത്തിൻ്റെ മഹത്വം പറഞ്ഞതെന്തിനാണ്? ആ കാലഘട്ടത്തിൽ ഒറ്റയടിക്ക് അടിമമോചനം നിരോധിക്കാൻ കഴിയില്ല. കാരണം ആ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകമായ പൾസ് അങ്ങനെയാണ്. അടിമകൾ നിലനിന്നിരുന്ന ഒരു രാജ്യത്ത് ഒറ്റയടിക്കാതാണ് വിരോധിക്കാൻ പറ്റൂല. അപ്പം അതുകൊണ്ട് തന്നെ അത് പതുക്കെ 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 അവരുടെ എണ്ണങ്ങൾ കുറച്ചു കൊണ്ടുവന്നും ഉള്ള അടിമകൾക്ക് വലിയ വിലയും അവരും മനുഷ്യരാണ്, അവരുടേതായ കടമകൾ നിങ്ങൾ നിർവഹിച്ചിട്ടില്ലെങ്കിൽ അതീവ ഗുരുതരമായ ശിക്ഷ നിങ്ങൾ പരലോകത്ത് നേരിടേണ്ടി വരുമെന്നൊക്കെ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അടിമകൾക്ക് വേണ്ടി ഉടമകളോട് അതിശക്തമായി തന്നെ വാദിച്ചൊരു കാലഘട്ടത്തിൻ്റെ ചരിത്രമാണ് നമ്മൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ അടിമയെ അടിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുക്കൽ കേസെത്തി, വിവരമറിഞ്ഞപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു, ആ പെണ്ണിനെ മോചിപ്പിക്കണം. നോക്കണം നിങ്ങൾ, പെണ്ണിനെ മോചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ എളുപ്പമല്ല. വലിയ വില കൊടുത്ത് വാങ്ങിക്കൊണ്ട് വന്നിട്ടാണ് ഒരു അടിമയെ കമ്പോളത്തിൽ നിന്ന് കൊണ്ടുവരുന്നത്. അങ്ങനത്തെ ഒരു അടിമയെ മോചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പൈസ കൊടുത്താലേ ഉടമ മോചിപ്പിക്കൂ. ഒരടിമയെ ആ കാലഘട്ടത്തിൽ ഉടമ മോചനപത്രം എഴുതണമെങ്കിൽ തന്നെ വലിയ എമൗണ്ട് കൊടുക്കണം. അതുകൊണ്ടാണ് ഒരടിമയെ മോചിപ്പിച്ചതിന് വലിയ പ്രതിഫലമായിരുന്നു. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവൊക്കെ മോചിപ്പിച്ചത് എത്രായിരം പൊന്ന് കൊടുത്തിട്ടാണെന്ന് നമ്മൾ ചരിത്രത്തിൽ വായിച്ചവരല്ലേ. എത്രായിരം പൊന്ന് കൊടുത്തിട്ടാണ് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മോചിപ്പിച്ചത്. അങ്ങനെ എത്ര അടിമകളെ സഹാബിമാർ, സാമ്പത്തിക ശേഷി ഉള്ളവർ, ഈ അടിമകൾക്ക് പൈസ കൊടുത്തിട്ട് മോചനം നേടാനുള്ള വകുപ്പില്ല. അപ്പം അവർക്ക് കാശ് കൊടുത്തിട്ട് ഉടമ പറഞ്ഞ വില കൊടുത്തിട്ട് അവരെയാണ് സ്വതന്ത്രരാക്കി വിടുകയാണ്. അങ്ങനെ എത്ര സഹാബിമാർ മോചിപ്പിച്ചു. അതുകൊണ്ടാണ് പലപ്പോഴും പല സഹാബിമാരുടെയും മൗല ഇന്നയാളാണ് എന്നൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ അടിമയായിരുന്ന ഈ വ്യക്തിത്വത്തെ വലിയ വില കൊടുത്ത് മോചിപ്പിച്ച് ആ മോചിപ്പിച്ച വലിയ രൂപത്തിലുള്ള അദ്ദേഹത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം ചെയ്ത ഉടമ ഇദ്ദേഹമാണ് എന്നൊക്കെയാണ് ആ മൗല എന്നൊക്കെ പറയുന്നതിൻ്റെ ഉദ്ദേശം. പലതും നമ്മൾ പല ആളുകളുടെയും പേരുകൾ വായിക്കുമ്പോൾ അദ്ദേഹം ഇന്നയാളുടെ മൗലയാണ്, അല്ലെങ്കിൽ ഇന്നയാൾ മോചിപ്പിച്ചയാളാണ് എന്നൊക്കെ നമ്മൾ കേൾക്കുന്നതിൻ്റെ അർത്ഥം അതാണ്. അപ്പം അതുകൊണ്ട് അത്രയും സമൂഹത്തിൽ ആരും വില കൽപ്പിക്കാത്ത ഒരു പെണ്ണിനെ, ഒരു വീട്ടിലെ വേലക്കാരത്തി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ സാധാരണ നിലയ്ക്ക് തന്നെ പലപ്പോഴും സെർവൻറ്റിനെ എങ്ങനെ കാണുക, അതൊരടിമയും കൂടെ ആണെങ്കിലോ ആ നിലക്കുള്ളൊരു പെണ്ണിനെ വീട്ടിൽ ഉന്നതമായ 6-7 നല്ല ആരോഗ്യ ദൃഢഗാത്രരായ മക്കളുള്ളൊരു വീട്ടിൽ അതിലേറ്റവും ഇളയവൻ ഒറ്റൊന്നും കൊടുത്തു, ഒരടി അടിച്ചിട്ടേ ഉള്ളൂ, മുഖത്തടിച്ചിട്ടേ ഉള്ളൂ. അതാ സ്ത്രീയുടെ മാന്യതയ്ക്ക് നിരക്കാത്ത, അവളുടെ മനുഷ്യത്വത്തെ ചോദ്യം ചെയ്യുന്ന അടിയാണത്. മുഖത്തടിക്കാൻ പാടില്ല എന്നുള്ള ഇസ്ലാമിൻ്റെ നിയമമാണ്. അടിമയായതുകൊണ്ട് ഇത് വ്യത്യാസമൊന്നുമില്ല. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു പരിഹാരം ചെയ്യണം. എന്താ പരിഹാരം ചെയ്യേണ്ടത്? മോചിപ്പിച്ചു വിടുക. ആ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അതിലേറെ ഏറ്റവും വലിയ ആഹ്ലാദം പിന്നെ എന്താണ്? അടിമത്വത്തിൽ നിന്ന് മോചനം കിട്ടുകയാണ്. അപ്പോൾ അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് പരിഹാരം പറഞ്ഞു കൊടുത്തത്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഒരടിമയോട് പോലും, അതാണ് നമ്മൾ ഇന്നിൻ്റെ കാലഘട്ടത്തോട് മനസ്സിലാക്കേണ്ടത്. ഒരടിമ, ആരും വില കൽപ്പിക്കാത്ത ഒരു താഴ്ന്ന ഗ്രേഡിൽ കാണുന്ന അധകൃതരായി കാണുന്ന ഒരടിമയെ ഉടമയുടെ മക്കൾ, വലിയ പേരും പ്രശസ്തിയുമുള്ള തറവാട്ടിലെ മക്കളിൽ ഇളയവൻ അടിച്ചപ്പോഴേക്ക്, മൂത്തോനൊന്നല്ല ഇളയവൻ അടിച്ചപ്പോഴേക്ക് തന്നെ പാടില്ല. അത് മനുഷ്യ സ്ത്രീയാണ്, മോചിപ്പിക്കണം. എന്ത് വില കൊടുത്ത് വാങ്ങിയതാണ് എന്ന് ഇവിടെ പറഞ്ഞിട്ടും കാര്യമില്ല, മോചിപ്പിക്കണം. പറഞ്ഞു നോക്കി. അള്ളാഹിൻ്റെ റസൂലിനോട് പോയിട്ട് പറഞ്ഞു, നബിയെ ഒരൊറ്റ ഖാദിമത്തെ ഞങ്ങളുടെ വീട്ടിലുള്ളൂ, വേറൊരാളെ ഇല്ല. അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു, എങ്കിൽ നിങ്ങൾക്ക് ഒരു ഇളവ് തരാം. മറ്റൊരാളെ ഉടനടി കണ്ടെത്തുന്നത് വരെ നിങ്ങൾക്ക് അവരെ നിർത്താം. കണ്ടെത്തുന്ന മുറക്ക് ഉടനെ അവരെ നിങ്ങൾ എന്ത് ചെയ്യണം? മോചിപ്പിക്കണം. ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഇസ്ലാം എത്രത്തോളം ക്രൂരമാണ് അല്ലേ? ഇസ്ലാം എത്രത്തോളം ക്രൂരമാണ് അല്ലേ? മനുഷ്യത്വത്തിന് നിരക്കാത്ത നിയമങ്ങളാണല്ലേ? ഇന്ന് സമൂഹം അങ്ങനെ പറയുമ്പോൾ സോഷ്യൽ മീഡിയകളിലൊക്കെ നമ്മളിത് പഠിച്ചു വെച്ച് നമ്മളൊക്കെ എഴുതി വിടണം. നിങ്ങൾക്ക് ചരിത്രം അറിയോ? ഇസ്ലാമിൻ്റെ ക്രൂരത പറയുമ്പോൾ, ആ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ
ഇന്നിപ്പോൾ എല്ലാവർക്കും സംവിധാനങ്ങളുണ്ടല്ലോ, ഓരോരുത്തരുടെയും പേജുകളിലൂടെയും. ഇന്ന് ഇരുന്ന് നമുക്ക് ആർക്കാത് ടെക്സ്റ്റുകൾ തയ്യാറാക്കാൻ പറ്റാത്തത്? ഓരോ സംഭവങ്ങളും എടുത്ത് നിങ്ങൾക്ക് മറുപടി, ഒരു സന്ദേശം നിങ്ങൾ എത്തിച്ചാൽ അത് എത്രയോ ആളുകൾ വായിക്കൂലേ? അതറിയാത്ത എത്രയോ ആളുകൾ ഉണ്ടാവില്ലേ? ഇതാണ് ഇസ്ലാം, ഇതാണ് ഇസ്ലാം. അല്ലാതെ കണ്ടയിടത്ത് വെച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കാത്തവൻ്റെ മുഴുവൻ ഫഖ്തുലൂഹും ഹൈസു സഖിഫ്തുമൂഹും, കണ്ടയിടത്ത് വെച്ച് അവനെ കഴുത്തറുത്ത് വെട്ടിക്കൊല്ലണം എന്ന് പറയുന്നതാണ് ഖുർആനിലുള്ളത്, ഇവരുടെ പുസ്തകത്തിലുള്ളത്, ഇവരുടെ മുഹമ്മദ് പറയുന്നത്. മഅദല്ലാഹ്, മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അറേബ്യൻ ജാഹിലിയത്തിലുള്ള ആളുകൾ പരിഹസിച്ചിരുന്നതിന് സമാനമായ പദപ്രയോഗങ്ങളിലൂടെ പോലും നാം ജീവനേക്കാൾ സ്നേഹിക്കുന്ന മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമനെ വേട്ടയാടുമ്പോൾ ഒരു വിശ്വാസിയുടെ മനസ്സിൽ അവൻ അറിഞ്ഞ കാര്യങ്ങൾ കൊണ്ടെങ്കിലും, പറയാനറിയുന്നവർ പറഞ്ഞുകൊണ്ടും എഴുതാനറിയുന്നവർ എഴുതിക്കൊണ്ടും പറഞ്ഞതും എഴുതിയതും ഷെയർ ചെയ്തുകൊണ്ടും മുത്തു മുസ്തഫയോടും ഇസ്ലാമിനോടുമുള്ള നമ്മുടെ നസീഹത്ത്, നമ്മുടെ കൂറ്, നമ്മുടെ മഹബത്ത് പ്രകടിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ, പ്രിയമുള്ളവരെ, ഇസ്ലാമികമായി നമ്മുടെ ഈമാനികമായി നിലവാരം എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം. ഇനി ഞാൻ അടുത്ത ഹദീസിലേക്ക് കടക്കുകയാണ്. സമാനമായ വേറെയും സംഭവങ്ങൾ. ഒരിക്കൽ മഹാനായ അബൂ മസ്ഊദുൽ ബദരി റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹമാണ് ഈ സംഭവം പറയുന്നത്. അബൂ മസ്ഊദുൽ ബദരി റളിയല്ലാഹു തആല അൻഹു ആരാണ്? അദ്ദേഹം ഒരു സഹാബിയാണ്. അദ്ദേഹം അഖബ ഉടമ്പടി നടക്കുമ്പോൾ ചെറിയ പ്രായക്കാരനാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സഹാബിമാരെയൊക്കെ മദീനയിലേക്ക് ക്ഷണിച്ച് അവിടെ നിങ്ങൾക്ക് വന്നാൽ ഞങ്ങൾ ആവുന്ന വിധത്തിലൊക്കെയുള്ള സഹായങ്ങളും സൗകര്യങ്ങളും ചെയ്തോളാം എന്ന് പറഞ്ഞ അഖബ ഉടമ്പടിയിൽ കരാറിലേർപ്പെട്ട് നബിതങ്ങളോട് സ്വകാര്യ ഭാഷണത്തിന് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്ന ആളുകളിൽ ആ കാലഘട്ടത്തിൽ ഏറ്റവും പ്രായക്കുറവുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ പേര് മസ്ഊദ് എന്നുള്ള മോൻ്റെ ബാപ്പാന്നാണല്ലോ അബൂ മസ്ഊദ്, അത് അദ്ദേഹത്തിൻ്റെ കുഞ്ഞത്താണ്. അതേ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് ഉഖ്ബത്താണ്, ഉഖ്ബത്ത് ബിൻ അംർ ബിൻ സഅലബ. അദ്ദേഹം ഖസറജി ഗോത്രക്കാരനാണ്, അൻസാരിയാണ്, ദീനക്കാരനാണ്. അപ്പോൾ കുഞ്ഞു പ്രായത്തിൽ തന്നെ അഖബ ഉടമ്പടിയിൽ പങ്കെടുത്ത ഈ വ്യക്തി അബൂ മസ്ഊദുൽ ബദരി എന്നാണ് അറിയപ്പെടുന്നത്. ഇതിൽ വേറൊരു പ്രത്യേകതയുള്ളത്, ചരിത്രത്തിൽ ഈ അബൂ മസ്ഊദുൽ ബദരി റളിയല്ലാഹു അൻഹുവിനെ പരിചയപ്പെടുത്തുന്നിടത്തൊക്കെ ഒരു വലിയ ചർച്ച കാണാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ പേരെന്നെ എന്താണ്? അബൂ മസ്ഊദുൽ ബദരി. അപ്പോൾ ബദറിൽ പങ്കെടുത്ത ആളാണ് എന്ന് ഉറപ്പാകുന്ന വിധത്തിലാണ് പേര്. വാസ്തവത്തിൽ മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും ചരിത്രകാരന്മാരും പറയുന്നത് എന്താണ്? ഇദ്ദേഹം ബദറിൽ പങ്കെടുത്തിട്ടില്ല എന്നാണ്. ഉഖ്ബത്ത് ബിൻ അംർ ബിൻ സഅലബ എന്ന് പറയുന്ന ഈ അബൂ മസ്ഊദ് എന്നറിയപ്പെടുന്ന ഇദ്ദേഹം ബദറിൽ പങ്കെടുത്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ബദരി എന്ന പേര് വന്നത്? അദ്ദേഹം പിൽക്കാലത്ത് കുറച്ചു കാലം ബദറിൽ താമസമാക്കിയിട്ടുണ്ട് എന്നാണ്. ബദർ യുദ്ധം നടന്ന സ്ഥലത്ത് അദ്ദേഹം താമസമാക്കിയതുകൊണ്ട് അദ്ദേഹത്തിന് ബദരി എന്ന പേര് കിട്ടിയതാണ് എന്നാണ്. എന്നാൽ മറ്റ് ചില ന്യൂനപക്ഷം ചില പണ്ഡിതന്മാർക്കൊക്കെ അഭിപ്രായം അദ്ദേഹം ബദറിൽ പങ്കെടുത്തിട്ടുമുണ്ട് എന്ന വീക്ഷണമുള്ളവരും ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. എന്തായാലും കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തിയത് മാത്രം. ഇത് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് എന്ന് പറയുമ്പോൾ കേൾക്കുന്ന ആളല്ല, അബൂ മസ്ഊദാണിത്. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ആ മസ്ഊദ് അത് മുസ്ലിമല്ല, അത് മുസ്ലിമായ വ്യക്തിയായിരുന്നില്ല. അത് അബ്ദുല്ലാഹിബ്നു മസ്ഊദ്, അത് ജാഹിലിയത്തിൽ ഉണ്ടായിരുന്ന മസ്ഊദാണ്. ഇതല്ല, ആ മസ്ഊദിൻ്റെ വാപ്പയല്ല, ഇത് അബൂ മസ്ഊദ് വേറെയാണ്. പേര് കേൾക്കുമ്പോൾ അബ്ദുല്ലാഹിബ്നു മസ്ഊദ്, അബൂ മസ്ഊദ് എന്നൊക്കെ പറയുമ്പോൾ രണ്ടും ഒന്നാണെന്ന് തോന്നാതിരിക്കാനാണ് അതിനെക്കുറിച്ചൊരല്പം ഓർമ്മപ്പെടുത്തിയത്. എന്തായാലും അബൂ മസ്ഊദുൽ ബദരി റളിയല്ലാഹു അൻഹു അദ്ദേഹം ബദറിൽ പങ്കെടുത്തോ ഇല്ലേ എന്നതിലെ തർക്കമുള്ളൂ. ഉഹദിൽ പങ്കെടുത്തിട്ടുണ്ട്, ശേഷമുള്ള യുദ്ധങ്ങളിലൊക്കെ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹം അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്തിൻ്റെ കാലത്താണോ അതോ മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്താണോ വഫാത്തായത് എന്നതിലൊക്കെ ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എന്തായാലും ഭൂരിപക്ഷം ചരിത്രകാരന്മാരും പറയുന്നത് ഹിജറ 42-ാമത്തെ വർഷമാണ് അദ്ദേഹം വഫാത്താകുന്നത് എന്നാണ്. എന്തായാലും അദ്ദേഹം പറയുന്നത് എന്താണ്? ഖാല, ആ സഹാബി പറയാണ്, കുൻതു അദ്രിബു ഗുലാമൻ ലീ ബിസ്സൗത്തി. റസൂലുള്ളാഹിയുടെ കാലത്ത് നടന്നൊരു സംഭവം പറയാണ്. കുൻതു അദ്രിബു, ഞാൻ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഗുലാമൻ ലീ, എൻ്റെ ഒരടിമയെ, എനിക്കൊരടിമ ഉണ്ടായിരുന്നു, ആ അടിമയെ ഞാൻ പ്രഹരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ബിസ്സൗത്തി,
സൗത്ത് എന്ന് പറഞ്ഞാൽ ചമ്മട്ടി, തോല് കൊണ്ടുണ്ടാക്കുന്ന ചമ്മട്ടി കൊണ്ട് എന്തോ ദേഷ്യം പിടിച്ചിട്ട് ഭയങ്കര പൊതിരേ തല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഫസമിഅ്തു സൗതൻ മിൻ ഖൽഫി, അപ്പം ഞാൻ എൻ്റെ പിന്നിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നുണ്ട്. ഫസമിഅ്തു, അപ്പോൾ ഞാൻ കേൾക്കുന്നു, സൗതൻ മിൻ ഖൽഫി, എൻ്റെ പിന്നിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നുണ്ട്. എന്താണ് ശബ്ദം? ഇഅ്ലം അബാ മസ്ഊദ്, അബൂ മസ്ഊദേ നന്നായി പഠിച്ചോളണം, മനസ്സിലായിക്കോ, നീ മനസ്സിലാക്കണം അബൂ മസ്ഊദേ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഫലം മഫ്ഹമി സൗത മിനൽ ഗളബി, എൻ്റെ ദേഷ്യം കൊണ്ട് ആരാ എന്താ പറയണമെന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തോ ഒരൊച്ച പിന്നിന്ന് കേൾക്കുന്നുണ്ട്, എന്താ ആരാ പറയണമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല, ഒന്നും മനസ്സിലായിട്ടില്ല. എനിക്കെൻ്റെ ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റാതെ അതൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. ഫലമ്മ ദനാ മിന്നി, പിന്നെ ആ ശബ്ദം അങ്ങനെ എൻ്റെ അടുത്ത് വന്നു നോക്കുമ്പോൾ ഇദാഹുവ, ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഇദാഹുവ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലാണ്. ഞാൻ എൻ്റെ അടിമയെ പൊതിരെ പ്രഹരിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ച കണ്ടിട്ട് അവിടുന്ന് ഇങ്ങനെ അടുത്തേക്ക് വരികയാണ്. ഫൈദാഹുവ യഖൂൽ, അന്നേരം അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്, ആവർത്തിക്കുന്നുണ്ട്, ഇഅ്ലം അബാ മസ്ഊദ്, ഇഅ്ലം അബാ മസ്ഊദ്, അബൂ മസ്ഊദേ നീ ഒരു കാര്യം അറിയണം, അബൂ മസ്ഊദേ നീ ഒരു കാര്യം മനസ്സിലാക്കണം, അന്നല്ലാഹ്, തീർച്ചയായും അല്ലാഹു, അഖ്ദറു അലൈക മിൻക അലാ ഹാദൽ ഗുലാം, വളരെ ഗൗരവത്തോടെ പറഞ്ഞു കൊടുക്കുകയാണ്. അബൂ മസ്ഊദേ നീ ഒരു കാര്യം മനസ്സിലാക്കണം, തീർച്ചയായും അല്ലാഹു അഖ്ദറു അലൈക, നിന്റെ മേൽ കഴിവുള്ളവനാണെന്ന് നീ മനസ്സിലാക്കണം. മിൻക അലാ ഹാദൽ ഗുലാം, ഈ അടിമയുടെ മേൽ നിനക്കുള്ള കഴിവിനേക്കാളും എത്രയോ കഴിവ്, നിന്നെ പിടിച്ച് ശിക്ഷിക്കാൻ കഴിവുള്ളവനാണ് നിന്റെ റബ്ബെന്ന് നീ ഓർക്കണം. എന്താ മനുഷ്യനിട്ട് പൊതിരത്തല്ലേ? എന്താ നീ വിചാരിച്ചത്? അയാൾ നിന്നെ തിരിച്ചു തല്ലൂല എന്നല്ല ഉറപ്പാണല്ലേ? അയാൾ തിരിച്ചു തല്ലൂല എന്ന് നിനക്ക് നല്ല ഉറപ്പാണല്ലേ? നിന്റെ അടിമയാണ് അല്ലേ? എന്നാൽ നീ ഒരു കാര്യം മനസ്സിലാക്കണം, പരലോകത്തെത്തിയാലേ അള്ളാഹു സുബ്ഹാനഹു വ തആലയില്ലേ, ആ അള്ളാഹ് നിന്നെ പിടിച്ച് ശിക്ഷിക്കും. ആ അള്ളാഹു എങ്ങനെ അർത്ഥം പറയേണ്ടത്? അന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു, അഖ്ദറു, ഏറ്റവും കഴിവുള്ളവനാണ്, അലൈക, നിന്നെ ശിക്ഷിക്കുവാൻ, നിന്റെ മേൽ നടപടിയെടുക്കുവാൻ, മിൻക, നിന്നേക്കാൾ കഴിവുള്ളവനാണ്, അലാ ഹാദൽ ഗുലാം, നീ ഇപ്പോൾ ഈ അടിമയുടെ മേൽ ശിക്ഷിക്കുന്നില്ലേ, അതിൻ്റെയൊക്കെ എത്രയോ മടങ്ങ് ഇരട്ടി നിന്നെ ശിക്ഷിക്കാൻ കഴിവുള്ളവനാണ് ആര്? അള്ളാഹു എന്ന് നീ മനസ്സിലാക്കണം. അദ്ദേഹത്തിൻ്റെ ദേഷ്യമൊക്കെയാണ് തണുത്തു. കാരണം ഹദീസ് കേൾക്കുകയാണ്, റസൂലുള്ളാഹിൻ്റെ നേരിട്ടുള്ള കേൾക്കുകയാണ്. ഫഖുൽതു, അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞു. പിന്നീട് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ് നമ്മളോട്, ലാ ദരിബ മംലൂക്കൻ ബഅദഹു അബദാ, അതിൻ്റെ ശേഷം ഒരൊറ്റ അടിമയെയും ഞാൻ തൊട്ടിട്ടില്ല, അടിച്ചിട്ടില്ല, പിന്നെ ഞാനതിന് തയ്യാറായിട്ടില്ല. വഫീ റിവായത്തിൻ, മറ്റൊരു റിപ്പോർട്ടിൽ ഇപ്രകാരം കാണാം, ഫസഖത സൗതു മിൻ യദി മിൻ ഹൈബതിഹി, റസൂലുള്ളാഹിനെന്ന് മനസ്സിലായപ്പോൾ പേടിച്ചിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ചമ്മട്ടിയാണ് താഴെ വീണു. റസൂലാനോടാ പറയണത് എന്ന് പിന്നെ എനിക്ക് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് മനസ്സിലായത്. അതോടുകൂടി മുത്തു മുസ്തഫയെ കണ്ട പേടിയിൽ, ബേജാറിൽ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ചമ്മട്ടി അങ്ങ് താഴേക്ക് വീണുപോയി, ഞാൻ അറിയാതെ. വഫീ റിവായത്തിൻ, മറ്റൊരു റിപ്പോർട്ടിൽ ഇപ്രകാരമുണ്ട്, ഇത് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിനോട് ഫഖുൽതു, ഞാൻ അവിടെ വെച്ച് തന്നെ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ, ഹുവ ഹുർറുൻ ലിവജ്ഹില്ലാഹ്, ഹുവ ഹുർറുൻ, ഇതാ അദ്ദേഹത്തെ ഞാൻ സ്വതന്ത്രനായി പ്രഖ്യാപിക്കുകയാണ്, അദ്ദേഹം സ്വതന്ത്രനാണ്. ലിവജ്ഹില്ലാഹ്, ആരെയും പേടിച്ചിട്ടല്ല. നിങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങൾ ഓർമ്മപ്പെടുത്തിയില്ലേ, അള്ളാനെ ഓർമ്മപ്പെടുത്തിയില്ലേ എന്നോട്, അള്ളാൻ്റെ ശിക്ഷ ഓർമ്മപ്പെടുത്തിയില്ലേ, നിങ്ങൾ പരലോകം നിങ്ങളെന്നെ ഓർമ്മപ്പെടുത്തിയില്ലേ, ആ അള്ളാൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ഞാനിതാ ഇയാളെ എന്തു ചെയ്യുന്നു? സ്വതന്ത്രനാക്കുന്നു. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമാ ഇന്നഹു ലൗലം തഫ്അൽ, നീ അറിയണം, നീ എങ്ങാനും അപ്രകാരം ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ, അഥവാ നീ ആ അടിമയെ മോചിപ്പിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ, ലലഫഹത്കന്നാർ, നരകത്തീ നിന്നെ നക്കി തുടക്കുക തന്നെ ചെയ്യുമായിരുന്നു. ലലഫഹത്കന്നാർ ഔ ലമസ്സത്കന്നാർ,
ഈ നരകത്തിയിൽ കിടന്നെരിയുക തന്നെ ചെയ്യുമായിരുന്നു. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഇവിടെ എന്താ വിഷയം? ഇവിടെ തന്നെ തൻ്റെ കീഴിലുള്ള അടിമയെ പൊതിരെ തല്ലുകയാണ്. പൊതിരെ തല്ലുമ്പോൾ ഇനി ഇതിൽ വേറൊരു കാര്യം നമ്മളോട് ഇതിനോട് ചേർത്ത് മനസ്സിലാക്കണം. അത് സാന്ദർഭികമായിട്ട് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം, ഒരിക്കലും മറന്നു പോകരുത്. അതെന്താ വിഷയം എന്നറിയോ? ഈ വിഷയത്തിൽ ഒരു ദുർവ്യാഖ്യാനം നമ്മുടെ നാട്ടിലുള്ള മുസ്ലിയാക്കന്മാരൊക്കെ സാധാരണയായിട്ട് എഴുതാറും പറയാറും ഒക്കെ ഉണ്ട് ഈ ഒരു വിഷയത്തിൽ. കാരണം ഇതേ സംഭവം തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ വേറൊരു നിലക്കുകൂടി നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ഹദീസിൽ നമ്മൾ കേട്ടിട്ടില്ലാത്ത നിലക്കുള്ള ചില പ്രത്യേകമായ പരാമർശങ്ങൾ മറ്റൊരു റിപ്പോർട്ടിൽ, ഇമാം മുസ്ലിമിൻ്റേത് തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതിലെന്താ ഉള്ളത്? അതിലുള്ളത് അബൂ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു തൻ്റെ അടിമയെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ അടിമ വേദന സഹിക്കാതെ അഊദു ബില്ലാഹ് എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞത്? അഊദു ബില്ലാഹ്, അല്ലാഹുവേ കാക്കണേ, അല്ലാ എനിക്ക് വേദനിക്കുന്ന ഇന്നെ പൊതിരെ തല്ലുന്നു എന്ന് പറഞ്ഞ് അഊദു ബില്ലാഹ്, ഞാൻ അല്ലാഹുവിൽ അഭയം ചോദിക്കുന്നു എന്ന് റഹ്മാനായ റബ്ബിനെ വിളിച്ചുകൊണ്ട് കരയാണ്. അഊദു ബില്ലാഹ്. ഇയാൾ അടി നിർത്തണമെന്നില്ല, ഇയാൾ അടിച്ചുകൊണ്ടേയിരിക്കുക തന്നെയാണ്. ഫജഅല യദ്രിബുഹു, അതൊന്നും കേൾക്കാത്ത മട്ടിൽ അടിക്കന്നെയാണ്. ആ സമയത്താണ് സാന്ദർഭികമായിട്ട് ആരവിടെ എത്തിപ്പെടുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിപ്പെടുന്നത്. ഇദ്ദേഹം അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു അടിമയെ പ്രഹരിക്കുന്നത് അങ്ങോട്ട് തിരിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അങ്ങോട്ട് തിരിഞ്ഞിട്ടാണ് ചാട്ട കൊണ്ട് അടിച്ചടിച്ച് നിലം പരിശാക്കുന്നത്. ആ സമയത്താണ് ബാക്കിൽ ആര് പ്രത്യക്ഷപ്പെടുന്നത്? നബി തങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത്. അഊദു ബില്ലാഹ് ഈ അടിമ പറയുന്നുണ്ട്. അപ്പോഴൊക്കെ അള്ളാൻ്റെ റസൂല് ദൂരത്ത് നിന്ന് വിളിക്കേണ്ടി ഏലം അബാ മസ്ഊദ്, ഏലം അബാ മസ്ഊദ്. അപ്പൊക്കെ ഇദ്ദേഹം എന്താണ്? ഗളബ്, ദേഷ്യം കാരണത്താൽ ആരാ വിളിക്കുന്നത്, ആരാ പറയുന്നത് എന്താണെന്നും തിരിയണയെല്ലാം അടി തുടർന്നുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഈ അടിമക്ക് മനസ്സിലായി ഇയാൾ റസൂലുള്ളാനെ മനസ്സിലായിട്ടില്ല. കാരണം പിന്നിലല്ലേ റസൂലുള്ള വരുന്നത്, അങ്ങോട്ട് തിരിഞ്ഞിട്ടല്ലേ അടി നടക്കുന്നത്. അപ്പോൾ ഈ അടിമ എന്ത് മനസ്സിലാക്കി? ഉടനെ തന്നെ റസൂലാണ് വരുന്നത് എന്ന് ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ അഊദു ബി റസൂലില്ലാഹ് എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞത്? അഊദു ബി റസൂലില്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലിനോട് ഞാനിതാ കാവൽ തേടുന്നു, റസൂലേ രക്ഷിക്കണേ. അല്ലേ അതിൻ്റെ മറുവശം? നബിയെ രക്ഷിക്കണേ. അപ്പോഴാണ് ഈ അബൂ മസ്ഊദ് അൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു ബദരി റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യുന്നത്? ഫൽതഫത്തു, ഞാൻ തിരിഞ്ഞു നോക്കി. ഇതൊക്കെ വേറെ വേറെ റിപ്പോർട്ടുകളിലുണ്ട്, ഒക്കെ മുസ്ലിമിലുണ്ട് താനും, വ്യത്യസ്ത റിപ്പോർട്ടുകളിൽ ഇതൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ഫൈദാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹിൻ്റെ റസൂലിനെ ഞാൻ കാണുന്നത്. അപ്പോൾ ഈ അബൂ മസ്ഊദ് കാണുന്നില്ല, ആര് കാണുന്നുണ്ട്? അടിമ കാണുന്നുണ്ട്. കാണുന്നയാളോട് വിളിച്ചിട്ടാണ് ആ സഹായം തേടുന്നത്. ഒന്ന് രക്ഷിക്കൂ നബിയെ, ഒന്ന് പറയൂ ഇദ്ദേഹത്തോട് അടി നിർത്താൻ, അഊദു ബി റസൂലില്ലാഹ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിപ്പോർട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഊദു ബി റസൂലില്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് കാര്യം ബോധ്യമായി, എന്നെ വിളിക്കുന്നത് ആരാണ്. അപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ റസൂലുള്ളയാണ്. ഫതറക്കഹു, അപ്പോൾ അബൂ മസ്ഊദ് അടി നിർത്തി, അടിമയെ വെറുതെ വിട്ടു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, വന്ന് വല്ലാഹി, അല്ലാഹു തന്നെയാണ് സത്യം, ലല്ലാഹു അഖ്ദറു അലൈക മിൻക അലൈഹി, നീ ഇപ്പോൾ അയാളുടെ മേൽ പ്രഹരവും ശിക്ഷവും നടപ്പിലാക്കുന്നതിൻ്റെ എത്രയോ ഇരട്ടി ശക്തിയുള്ളവനാണ് അള്ളാഹ് നിന്നെ ശിക്ഷിക്കാൻ. ഫഅഅ്തഖഹു, അദ്ദേഹത്തെ മോചിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ വ്യത്യസ്തങ്ങളായ ഒരേ സംഭവം തന്നെ വ്യത്യസ്തങ്ങളായ റിവായത്തുകളെല്ലാം കൂടി കൂട്ടി യോജിപ്പിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇതിൽ യാതൊരു നിലക്കും ദുർവ്യാഖ്യാനത്തിന് ഒരു പഴുതുമില്ല. പക്ഷേ ഇത് പറഞ്ഞതെന്തിനാണ്? അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ നാട്ടിൽ തൗഹീദ് ഒരു സമഗ്ര പഠനം എന്ന പേരിൽ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം മരിച്ചുപോയി. സമസ്തയുടെ ഒരു പ്രധാന പണ്ഡിതനായിരുന്നു, നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ എന്ന പേരിൽ അറിയപ്പെടുന്നൊരു പണ്ഡിതൻ. അദ്ദേഹം എഴുതിയ പുസ്തകം അല്ല, തടിച്ച പുസ്തകമാണ്. ആ പുസ്തകത്തിൻ്റെ പേര് തന്നെ തൗഹീദ് ഒരു സമഗ്ര പഠനം എന്നാണ്. അത് എഴുതിയിട്ടുള്ളത് തന്നെ ശിർക്ക് സ്ഥാപിക്കാനാണ്. ആയത്തു ഹദീസൊക്കെ ദുർവ്യാഖ്യാനം ചെയ്തിട്ട് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കണം, അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് സഹായം തേടണം, നേർക്കുനേരെ റബ്ബിനോട് ചോദിക്കലല്ല വേണ്ടത്
ഇടയാളരോട് ചോദിക്കണം, അവരോട് നേർക്കുനേരെ തന്നെ ഇസ്തിഗാസ നടത്തണം എന്നൊക്കെ സ്ഥാപിക്കാനാണ് ആ പുസ്തകം എഴുതിയിട്ടുള്ളത്. അതിൽ അദ്ദേഹം പറയുന്ന ഒരു അധ്യായത്തിൽ ഇപ്രകാരം കാണാം. ഞാൻ ആ ഒരു വരി നിങ്ങളെ കേൾപ്പിക്കാം. സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദൃശ്യമായ മാർഗത്തിലുള്ള സഹായം ചോദിച്ചതായി ധാരാളം ഉദാഹരണങ്ങൾ മുമ്പും പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാണ് പറയുന്നത്. എങ്ങനെ നിങ്ങൾ മനസ്സിലാക്കണം? സഹാബി ഇന്നിപ്പോൾ മുഹീദ്ദീൻ ഷെയ്ഖേ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ, അള്ളാഹുവിൻ്റെ റസൂലേ എന്നെ കാക്കണേ എന്നൊക്കെ റബ്ബല്ലാത്തവരെ വിളിച്ചുകൊണ്ട് കാവൽ തേടുന്ന ആ കാവൽ തേട്ടത്തെ സഹാബത്തും നബിയൊക്കെ ചെയ്ത കാര്യമാണ് എന്ന് ദുർവ്യാഖ്യാനിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവത്തെ കൊണ്ടുവരുന്നത് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഇവിടെ നമ്മൾ മുന്നിൽ കാണുന്ന ഒരാളോട് എന്നെ സഹായിക്കൂ, എന്നെ നിങ്ങൾ രക്ഷിക്കൂ എന്ന് തെളിഞ്ഞ മാർഗത്തിലൂടെ കാര്യകാരണ ബന്ധങ്ങൾക്ക് ഉള്ളിലുള്ള ഒരു കാര്യത്തിൽ നമ്മളൊരു സൃഷ്ടിയോട് സഹായം ചോദിച്ചാൽ അത് ശിർക്കാവില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. തല്ലുകൊള്ളുമ്പോൾ നമ്മൾ പറയില്ല എന്നെ രക്ഷിക്കൊന്ന് വേഗം വരീം വേഗം വരീന്ന്. മൂസാ നബി അതുപോലെ തന്നെ ബനൂ ഇസ്രായേലരായ ആളുകളെ അടിപിടി കൂടുമ്പോൾ ആ വ്യക്തി മൂസാ നബി അലൈഹിസ്സലാമിനെ കണ്ടപ്പോൾ അദ്ദേഹത്തോട് സഹായം തേടി എന്ന് ഖുർആൻ തന്നെ പറയുന്നില്ലേ? അപ്പോൾ മനുഷ്യന് തടുക്കാനാവാത്ത നിലക്കുള്ള പ്രയാസങ്ങൾ വരുമ്പോൾ മുന്നിൽ കാണുന്നവരോട് പറയും, ഒന്ന് രക്ഷിക്കുക, ആരുമില്ലേ ഇവിടെ, ഏതാ പെര കത്തുന്നു, ഒന്ന് ഓടി വരികയും, ഒന്ന് വെള്ളം എന്നതാ ഞാതാ വീണിരിക്കുന്നു കിടക്കുന്നു, ആരെങ്കിലും കുറച്ച് വെള്ളം തരികയും, ഇങ്ങനെയൊക്കെ പറയില്ലേ? അതേ ഇവിടെയും സംഭവിച്ചിട്ടുള്ളൂ. മറിച്ച് ഇന്ന് മുഹീദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ, നബിയേ അങ്ങയുടെ കാവൽ വേണേ എന്നിങ്ങനെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് കാവൽ തേടുവാൻ ഈ സംഭവം തെളിവാണ് എന്നാ പറയുന്നത്. അതെങ്ങനെ തെളിവാകുക? അഊദു ബില്ലാന്ന് അദ്ദേഹം പറഞ്ഞത് പ്രാർത്ഥനയാണ്. അഊദു ബി റസൂലില്ലാ എന്ന് പറഞ്ഞതോ മുന്നിൽ കാണുന്ന റസൂലുള്ളയോട് തൻ്റെ പ്രയാസം പറയാണ്. അത്രയേ ഉണ്ടായിട്ടുള്ളൂ. അതാണ് ഇപ്പോൾ എടുത്തിട്ട് എന്ത് ചെയ്യുന്നത്? ഇദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിൽ തെളിവായിട്ട് പറഞ്ഞത് കേട്ടോളൂ നിങ്ങൾ. അബൂ മസ്ഊദ് തൻ്റെ അടിമയെ പ്രഹരിച്ചു കൊണ്ടിരുന്നപ്പോൾ ആ അടിമ അള്ളാഹുവിനോട് ഞാൻ കാവലിനെ തേടുന്നു എന്ന് പറയുകയും വീണ്ടും അടി തുടർന്നപ്പോൾ അഊദു ബി റസൂലില്ലാ അള്ളാഹുവിൻ്റെ റസൂലിനോട് ഞാൻ കാവലിനെ തേടുന്നു എന്ന് പറയുകയും ഉടനെ അബൂ മസ്ഊദ് അടി നിർത്തുകയും ചെയ്ത സംഭവം ഇമാം മുസ്ലിം നിവേദനം ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സംഭവം ശിർക്കാണെന്ന് ഒരിക്കലും പറയുകയുണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഇത് ശിർക്കുമല്ല. എങ്ങനെയാ അള്ളാഹിൻ്റെ റസൂൽ ഇത് ശിർക്കാന്ന് പറയാ? അള്ളാഹിൻ്റെ റസൂൽ വരെ പോലെയല്ലല്ലോ. അള്ളാഹിൻ്റെ റസൂൽ ഈ സംഭവം ശിർക്കാന്ന് ഒരിക്കലും പറഞ്ഞില്ലാന്ന് എങ്ങനെ പറയൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് ശിർക്കല്ല. അപ്പോൾ അതാണ് ഞങ്ങൾക്കുള്ള തെളിവ്. അഊദു ബില്ലാന്ന് പറയണ മാതിരി സഹാബത്ത് നിർബാധം എന്തും പറഞ്ഞിരുന്നു, അഊദു ബി റസൂലില്ലാന്നും പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്നും അത് പറയാം. നബിയേ എന്നെ കാക്കണേ, രക്ഷിക്കണേ, നബിയേ എനിക്ക് കാവലി തരണേ എന്ന് പറയാം. അപ്പോൾ ഇതാണ് ദുർവ്യാഖ്യാനത്തിൻ്റെ രൂപം. ഇത് തൗഹീദ് സമഗ്ര പഠനം എന്നൊരു പുസ്തകം ഞാൻ നേരത്തെ പറഞ്ഞ ആ വ്യക്തി എഴുതിയിട്ടുള്ള പുസ്തകത്തിൽ ഒരു തെളിവായി കൊടുത്തതാണെന്ന് കൂടി നിങ്ങളിവിടെ മനസ്സിലാക്കണം. അപ്പോൾ സഹോദരങ്ങളെ, അതിനൊന്നും ഈ വിഷയത്തിൽ യാതൊരു പഴുതുമില്ല. പ്രത്യേകിച്ച് ഈ സംഭവമൊക്കെ ഉദ്ധരിച്ചതിൻ്റെ ശേഷം ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ ഈ സംഭവം പറയുന്നിടത്ത് ഇങ്ങനെ പറയുന്നുണ്ട്. അഊദു ബി റസൂലില്ലാ എന്ന് പറഞ്ഞപ്പോൾ ഫതറക്കഹു അബൂ മസ്ഊദ് ഇദ്ദേഹത്തെ അടിക്കാതെ വിട്ടു എന്ന് പറഞ്ഞിടത്ത് ഇമാം നവവി പറയുന്ന വാചകം കേട്ടോളൂ. ഖാലൽ ഉലമാഉ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ലഅല്ലഹു ലം യസ്മഅ ഇസ്തിആദതഹുൽ ഊല. ഒന്നാമത് അദ്ദേഹം സഹായം തേടിയത് അള്ളാഹിൻ്റെ റസൂലിനോട് ആ വിഷയത്തിൽ അഊദു ബില്ലാ, അതുപോലെ തന്നെ അഊദു ബി റസൂലില്ലാ എന്നൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ വിളിക്കുന്നുണ്ട്. പക്ഷേ ദേഷ്യം കാരണത്താൽ അഊദു ബില്ലാ എന്ന് പറയുന്നത് പോലും ഇദ്ദേഹം പരിഗണിക്കുന്നില്ല. ആര്? ഈ അബൂ മസ്ഊദ് അടിക്കുമ്പോൾ അഊദു ബില്ലാ എന്ന് പറയുന്നത് പോലും പരിഗണിക്കണില്ല. എന്താ കാരണം? ലി ശിദ്ദത്തി ഗളബിഹി, അയാളുടെ കോപം നിമിത്തം. ഇനി അടുത്ത വാചകം കേട്ടോളൂ. കമാ ഏതുപോലെ ലം യസ്മഅ നിദാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂല് വിളിക്കുന്നുണ്ട്, ഇഅലം അബാ മസ്ഊദ്, ഇഅലം അബാ മസ്ഊദ്, അബൂ മസ്ഊദേ നിർത്ത്, എന്താ അബൂ മസ്ഊദേ ചെയ്യുന്നത്? പിന്നെ അള്ളാഹിൻ്റെ റസൂൽ എന്ത് ചെയ്യുന്നുണ്ട്? വിളിക്കുന്നുണ്ട്. അതും ഇദ്ദേഹം കേട്ട ഭാവം നടിക്കുന്നില്ല.
അള്ളാഹുവിൻ്റെ റസൂലിനോട് ഇദ്ദേഹം ഇങ്ങനെ സഹായിക്കണേ രക്ഷിക്കണേന്ന് വിളിച്ചു പറയുന്നതും ഇദ്ദേഹം ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ ദേഷ്യം കാരണത്താൽ അയാളൊരു മാനസികമായി വല്ലാത്തൊരവസ്ഥയിലായിരിക്കെയാണ് ഇദ്ദേഹം എന്തു ചെയ്യുന്നത്? അള്ളാഹുവിൻ്റെ റസൂലിനോട് അഊദു ബി റസൂലില്ലാ എന്ന് പറയുമ്പോഴാണ് അബൂ മസ്ഊദ് തനബ്ബഹലി മക്കാനിഹി, ഇവിടെ റസൂലുള്ളാഹിയുടെ സാന്നിധ്യം ഉണ്ട് എന്ന് മനസ്സിലാവണം. അപ്പോഴാണ് തിരിഞ്ഞു നോക്കണത്. അപ്പോഴാണ് ആരെ കാണുന്നത്? റസൂലുള്ളാഹിനെ കാണുന്നത്. അപ്പോഴാണ് പേടിച്ചിട്ട് കയ്യിന്ന് സൗത്ത് താഴേക്ക് വീഴുന്നതും റസൂലുള്ളാഹി ഗൗരവത്തോടുകൂടെ ഈ ഗുണദോഷിക്കുകയും അത് കേട്ടപ്പോൾ അതിൻ്റെ പകരം പ്രായശ്ചിത്തം എന്ന നിലയ്ക്ക് തന്നെ അവിടെ വെച്ച് തന്നെ അതാ ഈ അടിമയെ ഞാൻ എന്തു ചെയ്യുന്നു? മോചിപ്പിക്കുന്നു എന്ന് പറഞ്ഞതുമൊക്കെ ഇതാണ് സംഭവം. അപ്പം അതുകൊണ്ട് ഇത്തരത്തിലൊക്കെയാണ് മുസ്ലിയാക്കന്മാർ നമ്മുടെ നാട്ടിൽ ശിർക്കിന് ന്യായീകരണങ്ങൾ കണ്ടെത്തുന്നത്. ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നുമൊക്കെ ഇവർ കണ്ടെത്തുന്ന തെളിവുകളുടെ, അതിന് അവർ നൽകുന്ന വ്യാഖ്യാനങ്ങളുടെ ഒരു ഉദാഹരണം നമ്മൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കിയെടുക്കണം. പരിശുദ്ധ ഖുർആനും ഹദീസും വ്യക്തമായി പറഞ്ഞതാണ്, അല്ലാഹുവല്ലാത്തവരെ വിളിച്ച് തേടുന്നവർക്ക് ഒരു ബുർഹാനുമില്ല, ഒരു തെളിവുമില്ല. പിന്നെങ്ങനെ ഖുർആനിൽ ബുർഹാൻ ഉണ്ടാവോ? ഹദീസിൽ ബുർഹാൻ ഉണ്ടാവോ? വിശുദ്ധ ഖുർആനിൻ്റെ അവസാനത്തെ 2 അധ്യായം തന്നെ ഖുൽ അഊദു ബി റബ്ബിൽ ഫലഖ്, റബ്ബുൽ ഫലഖ്, ഖുൽ അഊദു ബി റബ്ബിന്നാസ്, മലിക്കിന്നാസ്, ഇലാഹിന്നാസ്, എല്ലാം അള്ളാഹിനോടാ. അഊദു ബി കലിമാത്തില്ലാഹി താമ്മാത്തി, അവിടെ പോലും ദുർവ്യാഖ്യാനം നടത്തി. അഊദു ബി കലിമാത്തില്ലാഹി താമ്മാത്തി എന്ന് പറഞ്ഞാൽ എന്താണത്രേ? വിശുദ്ധാത്മാക്കളോട് ശരണം തേടലാണ്. ബി കലിമാത്തുള്ള എന്ന് പറഞ്ഞാൽ എന്താണ്? വിശുദ്ധാത്മാക്കളാണ്. അതുകൊണ്ട് വിശുദ്ധാത്മാക്കളെ വിളിച്ച് ശരണം തേടിയിട്ടുണ്ട് ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും എന്നും ഇതേ വിഭാഗം നമ്മുടെ നാട്ടിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്, എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം ഗുരുതരമായ നിലക്കുള്ള അട്ടിമറികളാണ് ഖുർആനിലും ഹദീസിലും ഇവരുടേതായ ശിർക്ക് സ്ഥാപിച്ചെടുക്കുവാൻ വേണ്ടി ദുരുപയോഗം ചെയ്യുന്നത് എന്ന് ഗൗരവത്തോടെ നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. ഇതാണിപ്പോൾ പലപ്പോഴും ഇവർ ഓരോന്നിനും തെളിവുകൾ കൊണ്ടുവരുന്നതിൻ്റെ ഒരു രീതിയും അതിൻ്റെ ഒരു കോലവുമൊക്കെയാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. അപ്പോൾ അത് ഞാൻ സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തിയതിന് മാത്രം. എന്തായിരുന്നാലും സഹോദരങ്ങളെ, ഇതിലൂപ്പ വിഷയം തന്നെയാണ്. അടിമയാണ് എന്ന നിലക്ക് അങ്ങനെ പൊതിരെ തല്ലാനൊന്നും വകുപ്പില്ല. തല്ലുന്നത് കണ്ടപ്പോൾ അള്ളാൻ്റെ റസൂല് പറഞ്ഞു, റബ്ബ് നിന്നെ വിടൂല, റബ്ബ് നിന്നെ വിടൂല എന്ന് നീ മനസ്സിലാക്കിയിരിക്കണം എന്ന് ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തി. ഇനി അടുത്ത ഹദീസ്, വഅൻ ഇബ്നു ഉമറ റളിയല്ലാഹു അൻഹുമാ. ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് അബ്ദുള്ള റളിയല്ലാഹു തആല അൻഹുമയാണ്, ഉമർ ഖത്താബിൻ്റെ മോൻ. അദ്ദേഹം പറയാണ്, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിരിക്കുന്നു, മൻ ളറബ ഗുലാമൻ ലഹു ഹദ്ദൻ ലം യഅതിഹി ഔ ലതമഹു ഫഇന്ന കഫാറതഹു അൻ യുഅതിഖഹു. റവാഹു മുസ്ലിം റഹിമഹുല്ലാ. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? മൻ ളറബ ഗുലാമൻ, ആരെങ്കിലും ഒരടിമയെ അടിച്ചാൽ, ആരെങ്കിലും ഒരടിമയെ തല്ലിയാൽ, ലഹു ഹദ്ദൻ ലം യഅതിഹി, ഹദ്ദായിട്ടാണ് അടിക്കുന്നതെങ്കിലും, ഹദ്ദായിട്ടാണ് ഒരു ശിക്ഷാ നടപടി എടുക്കുക എന്നുള്ള നിലക്കാണ് അടിക്കുന്നതെങ്കിലും, ലം യഅതിഹി, ലം യഅതിഹി എന്ന് പറഞ്ഞാൽ എന്താണ്? വാസ്തവത്തിൽ അവനത് ചെയ്തിട്ടില്ല, അവനാ ഹദ്ദ് കിട്ടുവാനുള്ള തെറ്റൊന്നും ചെയ്തിട്ടില്ല, അതൊക്കെ ഉണ്ടാക്കി അവനോട് പറഞ്ഞാൽ അടിക്കുകയാണ്. ആ നിലക്ക് അകാരണമായി ആരെങ്കിലും ഒരടിമയെ തല്ലിയാൽ, ഔ ലതമഹു, ലറബ പറഞ്ഞിട്ട് പിന്നെ ലതമ എന്ന് പറയുന്നത് വെച്ചാൽ ലതമ മുഖത്തടിക്കുന്നതിനെ മാത്രം പ്രത്യേകമാണ് പറയാം. അല്ലെങ്കിൽ മുഖത്തടിക്കുകയോ ചെയ്താൽ ഫൈന കഫാറതഹു, അതിനുള്ള പ്രായശ്ചിത്തം അൻ യുഅതിഖഹു, അതിൽ കവിഞ്ഞൊന്നുമില്ല, അതിൽ കുറഞ്ഞൊന്നുമില്ല, ആ മോചിപ്പിച്ചോളണം. ആ അടിമയെ തല്ലിയോ എന്നാൽ പിന്നെ ആ അടിമയെ പിന്നെ മോചിപ്പിച്ചോളണം. ഇതാണ് ഇസ്ലാമിൻ്റെ നിയമം. അടിമയോട് പോലും ഇതാണ് അവസ്ഥയെങ്കിൽ ഒരു സ്വതന്ത്രനോട്, ഒരു സ്വതന്ത്രനായ മനുഷ്യനോട് എത്രത്തോളം അവന് മാന്യത കൽപ്പിക്കണം. അവൻ്റെ ജീവൻ, അവൻ്റെ രക്തം, അവൻ്റെ അഭിമാനം, അവൻ്റെ ധനം എത്രത്തോളം പവിത്രമാണ്. പരിശുദ്ധ കഅബയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദുൽഹജ്ജ് മാസം എന്ന പവിത്ര മാസത്തിൽ നിന്നുകൊണ്ട് ഏറ്റവും പവിത്രമായ ദിവസത്തിൽ അള്ളാഹിൻ്റെ റസൂലാണ് പറഞ്ഞതെന്ത്?
ഇതാ നിങ്ങൾ ഈ മാസത്തെ എത്ര ആദരിക്കുന്നു, ഈ വിശുദ്ധ കഅബയെ നിങ്ങൾ എത്ര ആദരിക്കുന്നു, ഈ നാടിനെ നിങ്ങൾ എത്ര ആദരിക്കുന്നു, അതിനേക്കാൾ പവിത്രമാണ്, അതുപോലെ പവിത്രമാണ് എന്ത്? ദമുൻ, ഒരാളുടെ രക്തം, ഒരാളുടെ ഇർള്, അഭിമാനം, ഒരാളുടെ മാലുൻ, സമ്പത്ത്. ഇതൊക്കെ പറഞ്ഞ അള്ളാഹുവിൻ്റെ റസൂലിനെയാണ് ക്രൂരൻ, തെമ്മാടി, ഭീകരൻ, കണ്ടയിടത്ത് വെച്ച് കൊല്ലണമെന്ന് പറയുന്നവൻ, ഇഷ്ടം പോലെ തോന്നിവാസങ്ങൾ ചെയ്യുന്നവൻ എന്നൊക്കെയുള്ള നികൃഷ്ടമായ, കേട്ടാൽ അറപ്പും വെറുപ്പും തോന്നുന്ന അസഭ്യ വർഷങ്ങൾ കൊണ്ട് മുത്തു മുസ്തഫയെ ഇവരിന്ന് ആക്ഷേപിച്ചു കൊണ്ടിരിക്കുന്നത്. ഇസ്ലാം എന്തു പറയുന്നു എന്ന് നമ്മളെങ്കിലും മനസ്സിലാക്കിയിരിക്കണം. ഈ വക ചരിത്രങ്ങളൊക്കെ നമ്പറിട്ട് നമ്മൾ പറയാനും അതുപോലെ തന്നെ എഴുതാനൊക്കെ നമുക്ക് കഴിയണം. നിഷേധിക്കട്ടെ, അവരെ നിഷേധിക്കാൻ സാധിക്കില്ല. അപ്പോൾ അതൊക്കെയാണ് ഇസ്ലാമികമായിട്ട് അടിമകളോട് വരെ അടിമത്തത്തിൻ്റെ കാട്ടാളത നിലനിന്നിരുന്നൊരു കാലത്ത് പോലും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് അവർക്ക് വേണ്ടി വീറോടെ വാദിച്ചു. ഉടമകളുടേതായ ശിക്ഷകളിൽ നിന്ന് പോലും അവരെ രക്ഷിച്ചെടുക്കുവാനുള്ള ഒട്ടേറെ ഗുണദോഷങ്ങൾ, ഉപദേശങ്ങൾ വളരെ ഗൗരവത്തോടെ ഇസ്ലാം നിർവഹിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഇത് പറഞ്ഞിട്ട് പണ്ഡിതന്മാർ പറയാണ് അലാ കുല്ലി ഹാൽ. ഇതൊക്കെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുമ്പോൾ ഇതിൻ്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ കൊടുക്കുന്ന ആധുനികമായ ചില കാര്യങ്ങൾ കൂടിയാണ് നിങ്ങളെ കേൾപ്പിക്കുകയാണ്. ഇദാ കാന ഹാദാ ഫിൽ മംലൂക്ക്, കേവലം ഒരു അടിമയുടെ വിഷയത്തിൽ പോലും ഇസ്ലാമിന് ഇതാണ് പറയാനുള്ളതെങ്കിൽ, ആരാണ് അടിമ? താൻ വില കൊടുത്ത് താൻ തീറ്റിപ്പോറ്റുന്ന, തനിക്കെല്ലാ ക്രയവിക്രയത്തിൻ്റെയും അധികാരമുള്ള, തൻ്റെ വീട്ടിലെ ഒരു ചരക്ക് പോലെ കൈകാര്യം ചെയ്യാൻ അധികാരമുള്ള ഒരടിമയെക്കുറിച്ച് പോലും മുത്തു മുസ്തഫാക്ക് ഇതാണ് പറയാനുള്ളതെങ്കിൽ ഫമാദാ യുഖാലു ഇദൻ ബിൽ അഹ്റാർ, സ്വതന്ത്രരായ ആളുകളുടെ ജീവനും രക്തവും അഭിമാനവുമൊക്കെ എത്രത്തോളം കാത്തു സൂക്ഷിക്കണമെന്ന് ഇസ്ലാം എത്രത്തോളം പറഞ്ഞിട്ടുണ്ടാകും. ഇത് ചിന്തിക്കണം എന്ന് നമ്മളോട് പറയാണ്. എന്നിട്ട് ഉദാഹരണം പറയാണ്, ഹാദല്ലദി യദ്രിബു സായിഖ്, തൻ്റെ വീട്ടിലെ ഡ്രൈവറെ തല്ലുന്നവൻ, അവിൽ ആമിൽ, തൻ്റെ ലേബറെ തല്ലുന്നവൻ, അവിൽ ഖാദിമ, തൻ്റെ വീട്ടിലെ സർവൻറ്റിനെ തല്ലുന്നവൻ, അവിൽ മർഅത്തല്ലത്തി തദ്രിബുൽ ഖാദിമ, വീട്ടിൽ തൻ്റെ വേലക്ക് നിൽക്കുന്ന വീട്ടിലെ മുതലാളിപ്പെണ്ണ്, താഴെ ജോലിക്ക് അടുക്കളയിൽ ജോലിക്ക് വരുന്ന പെണ്ണിനെ തല്ലുന്നവൾ, ലറുബ്ബമാ അദ്ദബത്ഹാ ബിന്നാർ, തീ കൊണ്ട് ചട്ടുകം വരെ ശരീരത്തിൽ വെച്ച് പൊള്ളിക്കുന്ന, അടിച്ച് എല്ലുകൾ വരെ മുറിപ്പിക്കുന്ന, ചിലപ്പോൾ വല റുബ്ബമാ ഖതലത്ഹാ, കൊല്ലാൻ പോലും മടി കാണിക്കാത്ത ഈ ഒരു കാലഘട്ടത്തിൽ ഇസ്ലാം അടിമകളുടെ കാര്യത്തിൽ പോലും പറഞ്ഞ ഈ നിയമങ്ങളെക്കുറിച്ച് ഇവരൊക്കെ എന്തറിഞ്ഞിട്ടാണ് ഇങ്ങനെ പ്രവർത്തിക്കുന്നത്, മഅദല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ആ വിശദീകരണം അവസാനിപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കും, എത്രത്തോളം നമ്മൾ ചിന്തിക്കണം. തൻ്റെ കീഴിലാണ്, നീ തൻ്റെ കുട്ടിയാണ്, അല്ലെങ്കിൽ തൻ്റെ കീഴിലാണ്, ഒന്നും തിരിച്ചടിക്കൂല എന്നൊക്കെ വിചാരിച്ച് കുട്ടികളെപ്പോലും തല്ലുമ്പോൾ അതൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ എത്രത്തോളം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന മനുഷ്യാവകാശ കമ്മീഷൻ്റെ മുമ്പിൽ പോയി പൊട്ടിക്കരഞ്ഞാലും, നീതിപീഠത്തിൻ്റെ അടുക്കലേക്ക് എല്ലാ തട്ടുമുട്ടുകളും കഴിഞ്ഞ് കേസ് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ പോലും അർഹിക്കുന്ന ശിക്ഷ കിട്ടാത്ത ഈ ഒരു ലോകത്ത് 1400 പരം വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരും വില കൽപ്പിക്കാത്ത അടിമപ്പെണ്ണിനും അതുപോലെ തന്നെയുള്ള ആളുകളുടെയൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി വീറോടെ വാദിച്ച് അവർക്ക് വേണ്ടി രോഷം കൊണ്ട ആ നബിയെക്കുറിച്ചാണോ ഇവർ കരുണയില്ലാത്ത ഭീകരവാദി എന്ന് പറയുന്നത് എന്ന് പറയാനും എഴുതാനും ചോദിക്കാനും ഒക്കെ നമുക്കും അറിയണം, നമുക്കും കഴിയണം. അതൊക്കെയാണ് സുഹൃത്തുക്കളെ, ഇതൊക്കെ നമുക്ക് ഇന്നിൻ്റെ കാലഘട്ടത്തിലേക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഒരു സംഭവമുണ്ട്, ഇതിനോട് ചേർത്ത് നമ്മൾ മനസ്സിൽ കോറിയിടേണ്ട ഒരു ചരിത്രമാണ്. ഇതേ അബ്ദുള്ള റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ അടിമയെ കണ്ടുമുട്ടുകയാണ്. അടിമയെ വിളിച്ചു വരുത്തിയപ്പോൾ ഫറആ ബിളഹരിഹി അസറ, ആലോചിച്ച് നോക്കണം, ഇതൊക്കെ ഹദീസുകളിൽ, സഹിഹായ ഹദീസുകളിൽ കാണാം. പുറത്ത് തല്ലുകൊണ്ട പാടുണ്ട്, പുറത്ത് അടിച്ചിട്ടുള്ളൊരു ചെറിയ പാടുണ്ട്. അപ്പോൾ അബ്ദുള്ള റളിയല്ലാഹു തആല അൻഹു അടിമയോട് ചോദിക്കണം, ഔജഅ്തുക, തല്ലിയപ്പോൾ വേദനയല്ലേ, ഞാൻ നിന്നെ വേദനിപ്പിച്ചു അല്ലേ? അപ്പം അദ്ദേഹം പേടിച്ചിട്ട് പറഞ്ഞില്ല, ഇതൊന്നും സാരല്ല, ചെറിയൊരു അടിയല്ലേ ഞങ്ങൾ തന്നിട്ടുള്ളൂ. ഖാല, അബ്ദുള്ള റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഫഅൻത അതീഖ്, എന്നെ ഞാൻ മോചിപ്പിച്ചിരിക്കുകയാണ്. ഞാൻ നിന്നെ തല്ലിയില്ലേ, പുറത്ത് ഞാൻ നിന്നെ തല്ലിയില്ലേ, ഞാൻ നിന്നെ മോചിപ്പിക്കുകയാണ്.
എന്ന് പറഞ്ഞു ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്, തൻ്റെ അവിടെ കടന്നിരുന്നൊരു കൊള്ളിക്കഷ്ണം, ആ കൊള്ളിക്കഷ്ണം എടുത്തിട്ട് പൊക്കിയിട്ട് ഒരു താഴേക്ക് ഇങ്ങനെ ഇട്ടിട്ട് അദ്ദേഹം പറയാണ്, മാഫീഹി മിനൽ അജിരി മാ യസ്വാ ഹാദാ, ഇത്ര പോലും ഒരു കൂലി ഈ കാണുന്ന ചുള്ളിക്കൊമ്പില്ലേ, ഇതിൻ്റെ ഒരു വില പോലും നാളെ മഹ്ശറിൽ എനിക്ക് ഇതിന് കൂലി കിട്ടൂല. ഞാൻ നിന്നെ മോചിപ്പിച്ചതിന് ഇക്കാണുന്ന ഉണക്കക്കൊള്ളിയുടെ വില പോലും നാളെ മഹ്ശറിൽ എനിക്കുണ്ടാവില്ല. എന്തേ കാരണം? ഞാൻ നിന്നെ അടിച്ചീനാണ്, ഞാൻ എൻ്റെ കഫാറത്താ ഞാൻ ചെയ്തത്, എൻ്റെ ഓശാരായിട്ട് ചെയ്തതല്ല. ഇതാണ് സ്വഹാബത്ത്. ആ നബിയും ആ സഹാബത്തും കാണിച്ച കാരുണ്യം, അവർ കാണിച്ച വിശാല മനസ്കത, അവർ കാണിച്ച സ്നേഹം, അവർ കാണിച്ച ജീവകാരുണ്യം, അവർ കാണിച്ച സഹജീവി സ്നേഹം, ഇതൊക്കെ ലോകത്തോട് പറയാൻ, ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഒരു കാതിൽ കേട്ട് മറുകാതിൽ നിന്ന് പോവാതെ ഇതൊക്കെ ഓർമ്മകളുടെ ചെപ്പിൽ സൂക്ഷിച്ചു വെച്ച് ആവശ്യമാകുന്ന ഘട്ടങ്ങളിൽ പറയാനും എഴുതാനും ഒക്കെ കഴിയുന്നവർ പറയണം, എഴുതണം, സംസാരിക്കണം. ഓഫീസുകളിൽ മറ്റു പലരും ഇസ്ലാമിൻ്റെ പലതും അറിഞ്ഞിങ്ങനെ കളിയാക്കുമ്പോൾ നിങ്ങളിതൊക്കെ ഒന്ന് കേൾക്കിൻ, ഇതൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ, ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ പറയാനെങ്കിലും നമുക്കൊരു ഈമാനികമായ ഒരു പ്രതികരണശേഷി ഉണ്ടായിരിക്കണം. അതിനൊക്കെ ഈ അധ്യായം അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഹദീസുകളൊക്കെ നമുക്ക് നിമിത്തമാവണം എന്നാണ് എനിക്ക് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുവാനുള്ളത്. റഹ്മാനായ റബ്ബ് അവൻ ആ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റസൂലിലൂടെ നമുക്ക് കാണിച്ചിരുന്ന ഇസ്ലാമിൻ്റെ മഹിമ, ആ പ്രവാചകനിലൂടെ കാണിച്ചിരുന്ന കാരുണ്യത്തിൻ്റെ പാഠങ്ങൾ, ഇതൊക്കെ ജീവിതത്തിൽ നമ്മുടേതായ പല മേഖലകളിലും നമ്മളും അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ അതൊക്കെ പാലിച്ചുകൊണ്ട് അല്ലാഹു അവൻ്റെ റസൂലിലൂടെ കാണിച്ചിരുന്ന ഈ മഹത്വമേറിയ സന്ദേശങ്ങളെ നെഞ്ചേറ്റുന്ന നല്ലവരിൽ റഹ്മാനായ റബ്ബ് നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു പരിപൂർണമായും ശിഫ നൽകുകയും നമ്മളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم صل على محمد وعلى آل محمد. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.